അങ്ങനെ 2 മാസത്തെ പരിപാടിക്ക് ശേഷം നമ്മുടെ ഫിയസ്റ്റ തിരിച്ചു വന്നിട്ടുണ്ട്. കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം എടുക്കാതിരിക്കുകയാണ്. എടുക്കാതിരുന്നിട്ട് നമ്മൾ പ്രാവശ്യം എടുത്തപ്പോഴത്തേക്കും ഈ ക്ലച്ചിലെ പെടൽ കണ്ടല്ലോ, ക്ലച്ച് പെടൽ ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്ന പോലെ തോന്നി. ഇപ്പോഴും വലിയ പഴയൊരു ഹാർഡ്നെസ് ഇല്ല, ഭയങ്കര ഇതുപോലെയല്ല, ഭയങ്കര ഫ്രീ ആയിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ലാസ്റ്റ് ഗിയർ വീഴത്തില്ലായിരുന്നു, ഗിയർ സ്ലോട്ട് ആവത്തില്ല. അങ്ങനെ സ്ലോട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും നേരെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയെന്ന് വെച്ചാൽ അപ്പോഴും ഇപ്പോൾ കെട്ടി വലിക്കേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. പയ്യൻ തന്നെ ഒരു 2 ദിവസം കിടന്നപ്പോഴത്തേക്കും തന്നെ ഒരു പ്രഷർ കിട്ടി ഈ ചവിട്ടുന്ന പെടലിന്. അങ്ങനെ ഒറ്റ ചവിട്ടിന് ഞാൻ നേരെ അപ്പുറത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടു. വർക്ക്ഷോപ്പ് വരെ നൈസായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. എനിക്ക് അവിടം വരെ കഷ്ടിയായിട്ടാണ് കൊണ്ടെത്തിച്ചത്. അപ്പോൾ പിന്നെ അവന്മാരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 2 മാസം ഈ വണ്ടി അവിടെ പിടിച്ചിട്ട് മഴയും വെയിലും ഒക്കെ കൊണ്ട് വളരെ അവസ്ഥയിലാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. എന്തായാലും ക്ലച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ക്ലച്ചിൻ്റെ പ്ലേറ്റ് മാറി, 2 മാസ്റ്റർ സിലിണ്ടർ മാറി, എല്ലാം കൂടെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം കോസ്റ്റ് വന്നത് 15,000 രൂപയാണ്. 15,000 രൂപ ഇത്രത്തോളം ആയി ക്ലച്ചൊന്നും പണിതെടുത്തപ്പോഴത്തേക്കും. എന്തായാലും 2 ലക്ഷത്തിൽ ക്ലച്ച് പോയി. കുഴപ്പമില്ല, ഇത്രയും വർഷം കൂടെ ഉണ്ടായിട്ട് ഇപ്പോഴാണ് അവനൊരു പണി തരുന്നത്. ഇത് എന്തായാലും അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ക്ലച്ചിൻ്റെ പ്ലേറ്റൊക്കെ അവസാന സ്റ്റെപ്പിലോട്ട് ആയായിരുന്നു, തേയ്മാനം ആയായിരുന്നു. പിന്നെ പണിയായിരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ക്ലച്ചും കൂടെ മാറിയേക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞ് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ പഴയ ക്ലച്ച് വെച്ച് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഇനിയും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും മൊത്തത്തിൽ ഗിയർ ബോക്സ് അഴിക്കേണ്ടി വരും. ഇതിൻ്റെ രണ്ടാമത്തെ റിസർവോയർ അല്ലെങ്കിൽ സിലിണ്ടർ ക്ലച്ചിനകത്ത്, ക്ലച്ച് സിലിണ്ടർ ഇരിക്കുന്നത് ഗിയർ ബോക്സിനകത്താണ്. സോ ഗിയർ ബോക്സ് എന്തായാലും അഴിക്കേണ്ടി വരും. അപ്പം ക്ലച്ച് രണ്ടാമത് മാറേണ്ടി വരും. അതിനേക്കാളും ഭേദം ഇപ്പം തന്നെ മാറിയേക്കാന്ന് പറഞ്ഞു. എന്തായാലും മൊത്തത്തിൽ മാറി 15,000 രൂപ മുടക്കിൽ നമ്മൾ പയ്യൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.